ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എങ്ങനെ പോയാലും നമ്മളുടെ ഇന്ത്യൻ രൂപയ്ക്ക് ഇരിക്കപ്പുറത്ത് ഇല്ലെന്ന് പറയുന്ന പോലാണ്. മിഡിൽ ഈസ്റ്റിലെ യുദ്ധം രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. അതിന് യാതൊരു രീതിയിലുള്ള തീർപ്പുകൽപ്പും നമ്മളിതുവരെ കാണുന്നില്ല. അപ്പം ഇതിൻ്റെ എല്ലാം പരിണത ഫലങ്ങളും അല്ലെങ്കിൽ ദുരിതങ്ങൾ അനുഭവിക്കുന്നത് നമ്മളെപ്പോലുള്ള രാജ്യങ്ങളാണ്. അത് സാമ്പത്തികമായിട്ടായാലും മറ്റു രീതിയിലായാലും ഒക്കെ തന്നെ. അപ്പോൾ ഈ പറഞ്ഞ ഒരു ക്രൈസിസ് അവിടെ ആരംഭിച്ചതിൻ്റെ ഫലമായിട്ട് നമ്മളുടെ ഇന്ത്യൻ രൂപ ഓൾറെഡി ദുർബലയാണ്. അതിൻ്റെ കൂടെ ഇല്ല നമ്മൾ ഇല്ല സ്വതവേ ദുർബല, അതിൻ്റെ കൂടെ ഗർഭിണിയായാൽ എന്ന് പറയുന്ന അവസ്ഥയിലേക്കാണ് ഇപ്പോൾ. ഇന്ത്യൻ രൂപയെ രക്ഷിക്കാൻ നമ്മുടെ റിസർവ് ബാങ്ക്, നമ്മുടെ സെൻട്രൽ ബാങ്ക് ഈ കഴിഞ്ഞ ഒരാഴ്ച അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് ദിവസം കൊണ്ട് മാർക്കറ്റിലേക്ക്, വിപണിയിലേക്ക് ഏണ്ട 1.10 ലക്ഷം കോടി രൂപ പമ്പ് ചെയ്തു എന്നാണ് നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് $12 ബില്യൺ. നമുക്ക് ഇഷ്ടംപോലെ ഫോറിൻ കറൻസി റിസർവ് ഉണ്ടല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. ആ, ഇപ്പൊ രൂപയുടെ മൂല്യം ഇടിയാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിൽ നിന്ന് ഡോളർ പുറത്തേക്ക് പോകുന്നു. അതിപ്പോൾ പല രീതിയിലാകാം. ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തൊരു, നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നൊരു മണി, അവരുടെ ഇൻവെസ്റ്റ്മെന്റ് വിഡ്രോ ചെയ്യുന്നതിന്റെ ഫലമായിട്ട് ഡോളർ പുറത്തേക്ക് പോകാം. പിന്നെ നമുക്ക് ഇമ്പോർട്ട് ചെയ്യുന്ന രാജ്യമായതുകൊണ്ട് ഇമ്പോർട്ട് പ്രൈസിൽ, അതായത് നമ്മൾ ഡോളർ കൊടുത്ത് വാങ്ങിക്കുന്ന ഏത് ഇമ്പോർട്ടിലും, പ്രത്യേകിച്ച് നമുക്കറിയാം 80% മുകളിലും നമ്മൾ നമ്മുടെ ക്രൂഡ് ഓയിലും അതുപോലെ തന്നെ ഗ്യാസ്, LNG ഒക്കെ തന്നെ നമ്മൾ ഒത്തിരി പുറത്തുനിന്ന്, ഖത്തറിൽ നിന്നും പറഞ്ഞ മിഡിൽ ഈസ്റ്റിൽ നിന്നും ഒക്കെ തന്നെ നമ്മൾ വാങ്ങിക്കുന്നുള്ളതുകൊണ്ട് ഈ ക്രൂഡിൻ്റെയും ഗ്യാസിൻ്റെയൊക്കെ പ്രൈസിനകത്തിൽ വേരിയേഷൻ ഉണ്ടാകുമ്പോൾ, അതായത് ഹൈക്ക് ഉണ്ടാകുമ്പോൾ കൂടുതൽ ഡോളർ നമുക്ക് നമ്മുടെ ഇമ്പോർട്ട് ബില്ല് കൂടുന്നതുകൊണ്ട് നമ്മുടെ മാർക്കറ്റിൽ നിന്നും, വിപണിയിൽ നിന്നും അല്ലെങ്കിൽ സമ്പദ് വ്യവസ്ഥയിൽ നിന്നും കൂടുതൽ ഡോളർ പുറത്തേക്ക് ഒഴുകുന്നു. അപ്പോൾ അത് നമ്മുടെ റുപ്പിയുടെ സ്റ്റെബിലിറ്റിയെ ബാധിക്കുമെന്നാണ് നമുക്ക് പൊതുവെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയാണ് ആ, റുപ്പിയുടെ ഈ വിനിമയ എക്സ്ചേഞ്ച് റേറ്റിൽ അല്ലെങ്കിൽ ഡോളറുമായിട്ട് നമ്മൾ തട്ടിച്ച് നോക്കുമ്പോൾ വിലയിൽ മാറ്റം ഉണ്ടാകും. എന്നുവെച്ചാൽ രൂപയ്ക്ക് ക്ഷീണം ഉണ്ടാകുന്ന അപ്പോഴാണ്. ഒരു ആഗോള ഗ്ലോബൽ ബ്രോക്കറേജ് സ്ഥാപനം UBSന്റെ റിപ്പോർട്ട് അനുസരിച്ച്, അല്ലെങ്കിൽ അവരുടെ ഒരു എന്താണ് പറയുന്നത്, മുന്നറിയിപ്പ് അനുസരിച്ചിട്ട്, അതിപ്പോൾ അവർ പറയേണ്ട ആവശ്യമൊന്നുമില്ല, അല്ലാതെ നമുക്കറിയാം. യുദ്ധം മുന്നോട്ട് പോവുകയാണെങ്കിൽ എണ്ണയുടെ വിലയിൽ മുകളിലോട്ട് ആം, വർധനവുണ്ടാകും. അത് എല്ലാ സമ്പദ് വ്യവസ്ഥയിലും ഇതിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന, അല്ലേ, ഓയിൽ ഇമ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളെല്ലാം തന്നെ അത് സാരമായിട്ട് ബാധിക്കും. ചൈന ഉൾപ്പെടെയുള്ളതിനെ വളരെ പ്രതികൂലമായിട്ട് ബാധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്കും വളരെ ശക്തമായിട്ടുള്ള തിരിച്ചടി ഉണ്ടാകും. കാരണം സ്ട്രക്ചറലായിട്ടുള്ള, ഘടനാപരമായിട്ടുള്ള ഒത്തിരി മാറ്റങ്ങളൊക്കെ നമുക്ക് ശ്രദ്ധേയമായിട്ട് നമുക്കതിനെ വിറ്റ്നസ് ചെയ്യേണ്ടത് നമുക്കാണ്. ഇപ്പോൾ യുദ്ധം മിഡിൽ ഈസ്റ്റിലാണ് നമ്മളെക്കാളും ഒത്തിരി ദൂരത്ത് നടക്കുന്നതെങ്കിലും അത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയും ബാങ്കിങ് മേഖല, അതുപോലെ നമ്മുടെ സാമ്പത്തിക വളർച്ച, ഇന്ത്യയുടെ കറൻസി മാർക്കറ്റ്, ഈ പറഞ്ഞ റുപ്പിയുടെ വിലയിലുള്ള ഇമ്പാക്റ്റ്, ഇതൊക്കെ തന്നെ നേരിട്ട് ബാധിക്കും എന്നുള്ള കാര്യം നമ്മൾ നേരത്തെ അനുഭവിച്ചിരുന്ന കാര്യമാണ്. പിന്നെ ഓഹരി വിപണിയിലും സ്വർണ്ണ വിലയിലും ഒക്കെ തന്നെ അതിനകത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കും. പക്ഷെ അതൊക്കെ പ്രശ്നത്തിൻ്റെ ചെറിയൊരു അംശം മാത്രമാണെന്നാണ് പറയുന്നത്. രൂപ നേരിടുന്ന കടുത്ത സമ്മർദ്ദത്തിൻ്റെ ഈ കാരണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ പറഞ്ഞ ഡോളർ നമ്മുടെ വിപണിയിൽ നിന്നും പല കാരണങ്ങൾ കൊണ്ട് പുറത്തേക്ക് പോകുന്നുണ്ട്. അത് ഔട്ട്ഫ്ലോ ഓഫ് ഡോളർ ആണ് ശരിക്കും പറഞ്ഞാൽ ഈ ഇന്ത്യൻ റുപ്പിയുടെ വിലയെ ബാധിക്കുന്ന കാര്യങ്ങൾ. ഇപ്പോൾ RBI കാലാകാലങ്ങളായിട്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ, എന്നുവെച്ചാൽ റുപ്പിയുടെ വിലയെ സ്റ്റെബിലൈസ് ചെയ്യാനും അല്ലെങ്കിൽ പിടിച്ചു നിർത്താനൊക്കെ തന്നെ RBIയുടെ കയ്യിലുള്ള ഫോറിൻ റിസർവ് ഡോളർ മാർക്കറ്റിലേക്ക് പമ്പ് ചെയ്യുന്ന ഒരു പ്രക്രിയ അവർ ചെയ്യാറുണ്ട്. കാരണം അത് അവരുടെ കേന്ദ്ര, നമ്മുടെ സെൻട്രൽ ബാങ്കിൻ്റെ, RBIയുടെ ഒരു പ്രധാനപ്പെട്ട, എന്താണ് പറയുന്നത്, റെസ്പോൺസിബിലിറ്റി ആണെന്ന് പറഞ്ഞത്. ഇപ്പം ഏകദേശം $12 ബില്യൺ എന്നാണ് പറയുന്നത്. പക്ഷേ $15 ബില്യൺ ഇതുവരെ RBI ഇതിനു വേണ്ടി ചെലവഴിച്ച് കാണും. അതായത് 1.38 ലക്ഷം കോടി രൂപയെങ്കിലും മാർക്കറ്റിലേക്ക്, അത് രൂപ എന്ന് പറഞ്ഞാൽ ഡോളർ, $12 ബില്യൺ മാർക്കറ്റിലേക്ക് RBIയുടെ കയ്യിലുള്ളത് അത് സപ്ലൈ ചെയ്തിട്ടുണ്ടാകാം എന്നാണ് വിലയിരുത്തുന്നത്. മിഡിൽ ഈസ്റ്റിൽ നമ്മൾ ഈ പറയുന്ന യുദ്ധം മുമ്പോട്ട് പോവുകയാണെങ്കിൽ, കാരണം ഡോളർ സുരക്ഷിതമായിട്ടുള്ളൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണെന്നുള്ളൊരു തിരിച്ചറിവിൽ, അല്ലെങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇൻവെസ്റ്റേഴ്സ് എല്ലാം നമ്മുടെ മാർക്കറ്റിൽ നിന്ന്, അല്ലെങ്കിൽ നമ്മളെപ്പോലുള്ള മാർക്കറ്റുകളിൽ നിന്ന് പണം പിൻവലിച്ചിട്ട് ഡോളർ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് കൊണ്ടുവരാൻ താല്പര്യപ്പെടും.
കാരണം സേഫായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻ്റ് അല്ലെങ്കിൽ സേഫായിട്ടുള്ളൊരു നിക്ഷേപ മാർഗം എന്ന രീതിയിൽ. അപ്പോൾ അങ്ങനെ തീർച്ചയായിട്ടും ഇന്ത്യയിൽ നിന്നാണ് അങ്ങനെ ഒരു പ്രക്രിയ ഉള്ളതുകൊണ്ട് ഇന്ത്യൻ രൂപയ്ക്ക് അത് മുകളിൽ ഭയങ്കരമായിട്ടുള്ള സമ്മർദ്ദം ഉണ്ടാവുകയും നമ്മുടെ രൂപയുടെ മൂല്യത്തിൽ എന്താണ് പറയുക കുറവുണ്ടാവുകയും ചെയ്യും. $1 92.40 വരെ ആയിട്ടുണ്ടായിരുന്നു. കറൻസി ബ്യൂണിൽ RBI ഇടപെട്ടതുകൊണ്ട് അതിനെ കൺട്രോൾ ചെയ്ത് 91.10 വരെ തിരിച്ചു പിടിക്കാൻ സാധിച്ചു. ഏതാണ്ട് 91.60, 91.68 നിരക്കിലൊക്കെ തന്നെ സ്റ്റെബിലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കിത് സ്ഥിരമായിട്ട് RBI ചെയ്യാൻ പറ്റില്ല, കാരണം കയ്യിലുള്ള റിസർവ് എല്ലാം പോകും. അത് നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു സുരക്ഷയുടെ ഭാഗമാണ്, ഇല്ലേ? ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ രൂപ താഴോട്ട് പോകുന്നു പറഞ്ഞിട്ട് മൊത്തം കയ്യിലുള്ളത് RBIക്ക് വിറ്റ് തുലയ്ക്കാൻ അല്ലെങ്കിൽ മാർക്കറ്റിലേക്ക് പമ്പ് ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പോൾ ഈ പറഞ്ഞ RBIയുടെ ഈ ഒരു പ്രക്രിയ കൊണ്ടാണ് രൂപയെ പിടിച്ചു നിർത്തുന്നത്. അതിപ്പോഴല്ല, നേരത്തെയുള്ള കാലഘട്ടങ്ങളിലും അങ്ങനെയൊക്കെ തന്നെയാണ്. RBI ഇൻ്റർഫിയർ ചെയ്യും, അതിനകത്തിൽ ഇടപെടുന്നുണ്ട്. എപ്പോഴും ഇടപെടാറില്ല, കാരണം ചില സമയത്ത് മാർക്കറ്റിന് വിട്ടുകൊടുക്കാറുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. അപ്പോൾ ഈ ഡോളർ വിൽക്കാൻ RBI സ്പോട്ട് മാർക്കറ്റ്, അതുപോലെ തന്നെ ഫോർവേഡ് കോൺട്രാക്റ്റുകൾ, ഫ്യൂച്ചേഴ്സ്, ഓപ്ഷൻ, ഓഫ് ഷോർ, നോൺ ഡെലിവറബിൾ ഫോർവേഡ് എന്നൊക്കെ പറഞ്ഞ വിവിധ മാർഗങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഇതൊക്കെ RBIയുടെ മുമ്പിലുള്ള ചില ഓപ്ഷൻസ് ആണ് ചിലപ്പോൾ ഈ പറഞ്ഞ ഡോളർ, ഈ റുപ്പി, ആ ഒരു വിനിമയ നിരക്കിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഇന്ത്യക്ക് ഇപ്പോൾ ഏകദേശം 750 ബില്യൺ ഡോളറിനടുത്ത് നമ്മുടെ കറൻസി റിസർവ് ഉണ്ട്, വിദേശ നാണ്യശേഖരമുണ്ട്. അപ്പോൾ അത് നമ്മളെ സംബന്ധിച്ച് വലിയൊരു ആശ്വാസകരമായിട്ടുള്ള അവസ്ഥയാണ്. കാരണം അതുകൊണ്ടാണ് നമുക്ക് തീർച്ചയായിട്ടും ഇപ്പോൾ പാകിസ്ഥാനെ സംബന്ധിച്ച് അതൊന്നും ചെയ്യാൻ പറ്റത്തില്ല, കാരണം അവരുടെ കയ്യിൽ വിദേശ നാണ്യശേഖരമൊന്നുമില്ല. അവരുടെ കറൻസിക്ക് തീർച്ചയായിട്ടും ഇതുപോലുള്ള പ്രശ്നങ്ങളുണ്ടാകും, കാരണം ഈ ഒരു ക്രൈസിസ് അവരെയും കൂടുതൽ ബാധിക്കുന്നുണ്ട്. ഇപ്പം ഇന്ത്യയെ പോലുള്ള, ചൈനയെ പോലുള്ള ഒരു എക്കോണമിയെ അല്ലെങ്കിൽ രാജ്യത്തെ ഇത്രയും ബാധിക്കുമെങ്കിൽ ഓൾറെഡി തകർന്നടിഞ്ഞിരിക്കുന്ന പാകിസ്ഥാനെ സംബന്ധിച്ച്, വിദേശ നാണ്യ ശേഖരം ഒട്ടുമില്ലാത്ത പാകിസ്ഥാനെയൊക്കെ സംബന്ധിച്ച് അത് വൻതോതിലുള്ള സാമ്പത്തികമായിട്ടുള്ള സമ്പദ് വ്യവസ്ഥയിലെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇന്ത്യക്ക് ഇത്രയും വിദേശ നാണ്യ ശേഖരം ഉള്ളത് വലിയൊരു റിലീഫാണ്, കാരണം അത് നമുക്ക് ഈ പറഞ്ഞ രീതിയിലെ RBI ഈ തരത്തിലുള്ള ഇടപെടലുകൾ അല്ലെങ്കിൽ മാർക്കറ്റിൽ ഇൻ്റർഫിയർ ചെയ്യുകയും അല്ലെങ്കിൽ ആക്റ്റീവായിട്ടുള്ള ആക്റ്റീവ് എന്നല്ല ടൈംലി ഇൻവോൾവ്മെൻറ്റ് നടത്തിയിട്ട് ഈ പറഞ്ഞ റുപ്പിയുടെ വാല്യൂവിൻ്റെ ഡിക്ലൈനെ അവർ കൺട്രോൾ ചെയ്ത് നിർത്താറുണ്ട്. കൂടുതൽ അവർക്കൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല, കാരണം കയ്യിലുള്ള ഡോളേഴ്സ് ഇങ്ങനെ വിറ്റുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ എണ്ണയുടെ വില മുന്നോട്ട് പോകുന്നതാണ്, കാരണം സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് ഇറാൻ ഏകദേശം ക്ലോസ് ചെയ്തു. ചൈനയ്ക്ക് മാത്രമാണ് ഇപ്പോൾ അതിനുള്ള ഒരു അനുവാദം കൊടുത്തിരിക്കുന്നത്. ചൈനയുടെ ഷിപ്പിനെ ഒന്നും അതുവഴി പോകുന്നതിന് കുഴപ്പമൊന്നുമില്ല. ബാക്കി എല്ലാ, പ്രത്യേകിച്ച് അമേരിക്കയായിട്ടും ഇസ്രായേലായിട്ടും അടുപ്പമുള്ള ബന്ധമുള്ള എല്ലാ രാജ്യങ്ങളുടെയും ഷിപ്പിനെ അതുവഴി വിടത്തില്ലെന്നും പോയി കഴിഞ്ഞാൽ അവർ അതിനെ ആക്രമിക്കുമെന്നൊക്കെയാണ് ഇറാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് പ്രധാനപ്പെട്ടൊരു എന്താണ് പറയുന്നത്, ഈ ഷിപ്പിംഗ് റൂട്ട് ആയതുകൊണ്ട് നമുക്കറിയാം ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങൾക്ക് അത് വളരെ പ്രധാനപ്പെട്ടാണ്. അത് അടച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഓയിലിൻ്റെ വരവ് ഗണ്യമായി കുറയും. ഓയിലിൻ്റെ വരവ് മാത്രമല്ല, മറ്റിപ്പം നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന ഓയിൽ, ഗ്യാസ്, ഖത്തറിൽ നിന്നുള്ള ഗ്യാസ്, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ തന്നെ. അപ്പോൾ തീർച്ചയായിട്ടും ഓയിലിൻ്റെ വില, ഈ യുദ്ധത്തിൻ്റെ വെളിച്ചത്തിലും ഓയിലിൻ്റെ വില കൂടുന്നുണ്ട്. അപ്പോൾ നമ്മൾ വാങ്ങിക്കുന്ന ഏത് രാജ്യത്തു നിന്ന് വാങ്ങിച്ചാലും അന്താരാഷ്ട്ര വിപണിയിൽ ഓയിലിൻ്റെ വില കൂടും. അപ്പോൾ നമുക്ക് കൂടുതൽ വില കൊടുത്ത് ഓയിൽ വാങ്ങിക്കുക എന്നുള്ളത് നമ്മുടെ രൂപയുടെ മുകളിൽ സമ്മർദ്ദം സൃഷ്ടിക്കുന്ന ഒരു ഘടകമാണ്. അതായത് ഈ പറഞ്ഞ സംഘർഷം തുടർന്നതിന് ശേഷം ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിലിൻ്റെ വില ഏകദേശം 16% വരെ ഉയർന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇത് ഇന്ത്യയെ കൂടുതൽ ബാധിക്കുന്ന വിഷയമാണ്, കാരണം നമുക്ക് ഓരോ ഡോളറിൻ്റെ വർധനവും അല്ലെങ്കിൽ നിലവിലുള്ള വിലയേക്കാൾ കൂടുതൽ വില വർദ്ധിക്കുന്നതനുസരിച്ച് കൂടുതൽ ഡോളർ നമുക്ക് പുറത്തേക്ക് ഇമ്പോർട്ടിന് വേണ്ടി നമുക്ക് കൊടുക്കേണ്ടി വരും. അതായത് നമ്മൾ 80% മുകളിൽ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള എണ്ണ. അത് എണ്ണ വിലയിൽ അപ്പോൾ ഇത്രയും ഈ ഒരു അളവിൽ നമ്മൾ എണ്ണ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ എണ്ണയുടെ വിലയിലുണ്ടാകുന്ന നേരിയ വ്യത്യാസം പോലും നമുക്ക് കൂടുതൽ ഈ ഡോളർ നമ്മുടെ രാജ്യത്തു നിന്നും സമ്പദ് വിപണിയിൽ നിന്നും പുറത്തേക്ക് നമുക്ക് ഒഴുക്കേണ്ടി വരും. അത് രൂപയുടെ മുകളിൽ സമ്മർദ്ദം വർദ്ധിക്കും. സ്റ്റേബിളായിട്ടുള്ള കാലഘട്ടങ്ങളിലാണെങ്കിൽ വലിയ പ്രശ്നമില്ല, നമുക്ക് പ്രൈസ് സ്റ്റേബിളാണ്, കുഴപ്പമൊന്നുമില്ലാതെ പീസ്ഫുൾ ടൈമിൽ, നോർമൽ ടൈമിൽ സ്റ്റെബിലിറ്റി ഉള്ള സമയത്താണ് ഓയിലിൻ്റെ മാർക്കറ്റ് മാത്രമല്ല മറ്റുള്ള എല്ലാ മാർക്കറ്റുകളും സ്റ്റേബിൾ ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ആ സമയത്തൊന്നും കുഴപ്പമില്ല. പക്ഷേ ഇതുപോലെ വൊളാറ്റിലിറ്റി അല്ലെങ്കിൽ
ക്രൈസിസ് നമ്മൾ നേരിടുന്ന സന്ദർഭങ്ങളിൽ എന്തുവരും തീർച്ചയായിട്ടും വില അടിക്കടി ഉയരാൻ സാധ്യതയുണ്ട്. അത് നമുക്ക് കൂടുതൽ ഈ നമ്മളുടെ കറൻസിയുടെ മുകളിൽ സമ്മർദ്ദം ഉണ്ടാക്കി വെക്കുകയും അതിൻ്റെ മൂല്യത്തിന് ഇടിവുണ്ടാക്കാൻ അത് കാരണമാവുകയും ചെയ്തു. അതുപോലെ തന്നെ നമ്മുടെ സമ്പദ് വ്യവസ്ഥയിലെ പണപ്പെരുപ്പത്തിന് കാരണമാകും. വിദേശ നിക്ഷേപകർ ഇന്ത്യയിൽ നിന്നും ഈ പറഞ്ഞ സമയത്ത് അത് സ്വാഭാവികം, അത് മിക്കവാറും ഒക്കെ സംഭവിക്കുന്നതാണ് ശരിക്കും പറഞ്ഞാൽ. ഈ ഈ നോർമൽ ഇപ്പോഴും ഈ യുദ്ധത്തിന്റെ കാരണമാണ് ഈ ക്രൂഡ് ഓയിലിന്റെ വില മാറാൻ കാരണം. ഇതിനു മുമ്പുള്ള അവസരങ്ങളിൽ ക്രൂഡ് ഓയിലിന്റെ വില സ്റ്റേബിൾ ആയിരുന്ന സമയത്തും ഇതുപോലുള്ള വിദേശ നിക്ഷേപകർ നമ്മളുടെ മാർക്കറ്റിൽ നിന്നും, കാരണം വിദേശ നിക്ഷേപകർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ കറൻസി മാർക്കറ്റിലും അതുപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റിലും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. അല്ല, ഇവിടെ ബിസിനസ്സിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരല്ല. കാരണം അത് ലോങ് ടൈമിലേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇത് പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിലും അതുപോലെ തന്നെ ഫിനാൻഷ്യൽ മാർക്കറ്റിലും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്തില്ല. അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ ബിഗ് പ്ലേയേഴ്സിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. നമ്മളെപ്പോൾ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ കാര്യമല്ല പറയുന്നത്. ബിഗ് പ്ലേയേഴ്സിന്, വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നുവെച്ചാൽ ആഗോളപരമായിട്ട് എല്ലാ മാർക്കറ്റിലും എവിടെയാണോ ലാഭം കൂടുതൽ, ഇൻട്രസ്റ്റ് കൂടുതലെന്ന് നോക്കി ഡെയിലി ബേസിൽ അവർ ഇന്ത്യൻ വിപണിയിൽ ഇൻവെസ്റ്റ് ചെയ്യും. ഇവിടെ കുറവാണെന്ന് കണ്ടു കഴിഞ്ഞാൽ ചൈനയിലാണ് അവർക്ക് ലുക്രേറ്റീവായിട്ട് അല്ലെങ്കിൽ ലാഭകരമായിട്ടുള്ള റിട്ടേൺ കിട്ടുന്നത്, അവരങ്ങോട്ട് പോകും. അല്ലെങ്കിൽ ഡോളർ മാർക്കറ്റിലേക്ക്, അമേരിക്കയിലേക്ക് പോകും, ജപ്പാനിലേക്ക് പോകും. അത് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ളൊരു പ്രക്രിയയാണ് ഈ ഗ്ലോബൽ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത്, വിദേശ നിക്ഷേപകർ. അപ്പോൾ അങ്ങനെയുള്ള നിക്ഷേപകരും ഇന്ത്യയിൽ നിന്ന് പണം പിൻവലിക്കുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഏകദേശം $2 ബില്യൺ ഈ പറഞ്ഞ കുറഞ്ഞ ദിവസങ്ങളിൽ ഇന്ത്യൻ ഓഹരി വിപണിയിൽ നിന്നും പുറത്തു പോയിട്ട് ഏകദേശം 18,000 കോടി രൂപയാണ്. ഇതാണ് ഒരു പ്രധാനപ്പെട്ട കാരണം, സ്ഥിരമായിട്ടുള്ള കാരണം മിക്കവാറും. അപ്പോൾ ഇറക്കുമതിക്കാർ, അതുപോലെ തന്നെ പ്രത്യേകിച്ച് നമ്മൾ ക്രൂഡ് ഇമ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ഈ ഫ്യൂച്ചർ പേയ്മെൻറ്റിന് വേണ്ടി ഡോളർ വാങ്ങി വർദ്ധിപ്പിച്ചതും, എന്നുവെച്ചാൽ ഡോളർ വാങ്ങി അവർ സൂക്ഷിക്കുന്നതും ഒക്കെ തന്നെ കറൻസി വിപണിയിൽ ഡോളറിൻ്റെ ആവശ്യം കൂട്ടി. അപ്പോൾ അതൊക്കെ തന്നെ റുപ്പിയുടെ മുകളിൽ ഈ പറഞ്ഞ് സമ്മർദ്ദം ഉണ്ടാക്കുകയും റുപ്പിയുടെ മൂല്യം ഡോളറുമായിട്ട് നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ അതിന് ഇടിവുണ്ടാവുകയൊക്കെ ചെയ്തു. അതുപോലെ തന്നെ ബാങ്കുകൾക്കൊക്കെ തന്നെ തിരിച്ചടി ഉണ്ടാകും. കാരണം ഈ ആഗോള എണ്ണയുടെ വില കൂടുമ്പോൾ നമുക്കറിയാം ആഭ്യന്തരമായിട്ട് പണപ്പെരുപ്പം ഉണ്ടാകും. പണപ്പെരുപ്പം ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും ആൾക്കാരുടെ പർച്ചേസിങ് പവർ കുറയും. പർച്ചേസിങ് പവർ കുറയുമ്പോൾ കൺസംഷൻ കുറയും. കൺസംഷൻ കുറയുമ്പോൾ അത് എന്നുവെച്ചാൽ കുടുംബങ്ങൾ അല്ലെങ്കിൽ ഫാമിലികൾ അല്ലെങ്കിൽ ആൾക്കാർ അവരുടെ ബൈങ് വെട്ടിക്കുറയ്ക്കും, ചിലവ് ചുരുക്കും. അപ്പോൾ ഇതോടെ വീട് വായ്പ, വാഹന വായ്പ, അതുപോലെ തന്നെ വ്യക്തി പേഴ്സണൽ ലോണ്, ഇതിൻ്റെയൊക്കെ ആവശ്യം കുറയുകയും, അത് നമുക്കറിയാം ബാങ്കിൻ്റെ ഈ ഇൻകം ഇതിനെല്ലാം ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ബാങ്കുകളുടെ വളർച്ച മന്ദഗതിയിലാക്കുകയും പൊതുവെ നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ അത് റിസഷൻ ഉണ്ടാക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഈ പറഞ്ഞ UBS മുൻഗണന നൽകുന്ന ചില ബാങ്കുകൾ നിന്നുണ്ട്. എന്നുവെച്ചാൽ ചില ബാങ്കുകൾ മികച്ച നിലയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് അവരുടെ വിലയിരുത്തൽ. അത് ശരിയോ തെറ്റാണെന്ന്, ശരിയാകാം തെറ്റാകാം, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. അവരുടെ ചില ഒരു അനാലിസിസ് മാത്രമാണ്. ആക്സിസ് ബാങ്ക്, കോട്ടക് മഹീന്ദ്ര ബാങ്ക്, ഇതൊക്കെ തന്നെയാണ് ഈ പറഞ്ഞ ബ്രോക്കറേജ് ഫേമിൻ്റെ അനാലിസിസിന് മുൻപന്തിയിൽ നിൽക്കാൻ സാധ്യതയുള്ളത്. അതുപോലെ തന്നെ അവരുടെ ഈ പറഞ്ഞ സ്ട്രെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശക്തമായിട്ടുള്ള ആസ്തി ഗുണമേന്മ, മികച്ച മൂലധന സ്ഥിതി, ശക്തമായിട്ടുള്ള റീറ്റെയിൽ വായ്പ, ഇതൊക്കെ തന്നെ അതിപ്പോൾ എല്ലാ ബാങ്കുകൾക്കൊക്കെ ഉണ്ട്. എന്നാൽ തന്നെ ഈ പറഞ്ഞ രണ്ട് ബാങ്കുകളാണ് അവർ കൂടുതലും അവരുടെ അനാലിസിസ് എന്ന് വെച്ചിട്ട് മുൻപന്തിയിൽ നിർത്തുന്നത്. അതുപോലെ തന്നെ ICICI ബാങ്ക്, HDFC ബാങ്ക്, ഇതൊക്കെ തന്നെ നമ്മളുടെ ബാങ്കിങ് സെക്ടറിലെ പ്രത്യേകിച്ച് പബ്ലിക് പ്രൈവറ്റ് സെക്ടറിലെ ഏറ്റവും മുൻപന്തി നിൽക്കുന്ന ബാങ്കുകളാണ്. ICICI, HDFC ആണ് ഏറ്റവും മികച്ച ബാങ്ക്, ഏറ്റവും മുൻപന്തി നിൽക്കുന്നത്. ബാങ്ക് ഓഫ് ബറോഡ, കാനറ ബാങ്ക്, ഈ പറഞ്ഞ ബാങ്കുകൾക്കൊക്കെ തന്നെ UBS റേറ്റിംഗ് നൽകുന്നുണ്ട്. അതേസമയം മിക്ക മുൻനിര ബാങ്ക് ഓഹരികളുടെയൊക്കെ തന്നെ ഷെയർ പ്രൈസ് താഴോട്ട് പോകുന്നതായിട്ടാണ് വെള്ളിയാഴ്ചത്തെ ഓഹരി വിപണി, ഇന്നത്തെ ഓഹരി വിപണിയിൽ ഉള്ള കാഴ്ച. ഇപ്പം നമുക്കിത് ആഭ്യന്തരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും. കാരണം എല്ലാം ഗ്ലോബലൈസ്ഡ് എക്കോണമി ആയതുകൊണ്ട് പുറത്തുണ്ടാകുന്ന ഏത് മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു രാജ്യത്തിൻ്റെ, ഇപ്പം എണ്ണ എല്ലാ രാജ്യങ്ങളെ സംബന്ധിച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് എണ്ണ വിപണിയിൽ ഉണ്ടാകുന്ന ഈ പറഞ്ഞ ദ്രുതഗതിയിലുണ്ടാകുന്ന വർദ്ധിച്ച മാറ്റങ്ങൾ എല്ലാ രാജ്യങ്ങളെയും ഒരുപോലെ തന്നെ ബാധിക്കും. അതാണ് ഇന്ത്യക്കും സംഭവിക്കുന്നത്. അപ്പം ഈ യുദ്ധം മുന്നോട്ട് പോകുന്ന അവസരം വരെ തീർച്ചയായിട്ടും ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് നമുക്കറിയാം സ്റ്റേബിൾ ആകത്തില്ല. അത് വർദ്ധിക്കാനുള്ള സാധ്യത മാത്രമേ ഉണ്ടാകത്തുള്ളൂ. കാരണം ഗ്ലോബൽ മാർക്കറ്റിൽ എണ്ണയുടെ സപ്ലൈ വളരെ കുറവായിരിക്കും.
അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രൈസ് ഈ പറഞ്ഞ മുകളിലോട്ട് പോകാനും വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് തീർച്ചയായിട്ടും നമ്മളുടെ രൂപയുടെ മൂല്യത്തിൻ്റെ സ്ഥിരതയും രാജ്യത്ത് ഇൻഫ്ലേഷൻ അല്ലെങ്കിൽ പണപ്പെരുപ്പം ബാങ്കിങ് മേഖലയിലെ തകർച്ച ഉണ്ടാക്കാം. അപ്പോൾ ഈ പറഞ്ഞ ഒരു കാസ്കേഡിങ് ഇഫക്റ്റ് എന്ന് പറഞ്ഞു, കാരണം ഒന്നിന് പുറകെ ഒന്നായിട്ട് ഇങ്ങനെ കണക്ട് ചെയ്തായിരിക്കില്ല. കാരണം ഒരു സെക്ടറിൽ മാത്രമായിട്ട് അല്ലെങ്കിൽ ഒരു വിഷയം ഒരു 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 പ്രദേശത്ത് മാത്രമായിരിക്കത്തില്ലല്ലോ. കാരണം നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ, നമ്മുടെ തന്നെ എല്ലാ സമ്പദ് വ്യവസ്ഥയിലും പ്രധാനപ്പെട്ട ഒരു മാറ്റം ഉണ്ടാകുമ്പോൾ ഡോമിനോ എഫക്റ്റ് എന്ന് പറയാം. കാരണം ഒന്ന് ഏഹ്, വീണ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു സെക്ടറിന് തകർച്ച ഉണ്ടായി കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടാണല്ലോ എല്ലാ സെക്ടേഴ്സും. പ്രത്യേകിച്ച് ബാങ്കിങ് ഫിനാൻഷ്യൽ സെക്ടറിന് പ്രശ്നം ഉണ്ടാകുന്ന എല്ലാ വിഷയങ്ങളും സമ്പദ്ഘടനയെ മൊത്തമായിട്ട് ബാധിക്കുന്നതായിരിക്കും. കാരണം റിസഷൻ ഉണ്ടാകുക എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പം ഗ്ലോബൽ റിസഷൻ എന്ന് പറയുമ്പോൾ ആദ്യം റിസഷൻ്റെ റൂട്ട് കോസ് ബാങ്കിങ് ഫിനാൻഷ്യൽ സെക്ടറിൽ നിന്നായിരിക്കും തുടങ്ങുന്നത്. അതിനുശേഷം മാത്രമേ ഉള്ളൂ ബാക്കി. കാരണം ഈ മണിയുടെ മണി അല്ലെങ്കിൽ കറൻസി ഇതിൻ്റെ നെയർ സെൻറ്റർ ബാങ്കിങ് ഫിനാൻഷ്യൽ സെക്ടറാണ്. അവിടെ നിന്നാണല്ലോ ഇത് തുടങ്ങുന്നത്. ഇൻഡസ്ട്രീസ് മണി ഉൽപ്പാദിപ്പിക്കുന്നില്ലല്ലോ, കറൻസി പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല, മണി മാനുഫാക്ചർ ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് റിസഷൻ എപ്പോഴും ആരംഭിക്കുന്നത് ബാങ്കിങ് ഫിനാൻഷ്യൽ സെക്ടറിൽ നിന്നാകാനുള്ള സാധ്യതയാണ്. അതിപ്പോൾ ആഗോളപരമായിട്ട് കൂടുതൽ അമേരിക്കയെ പോലുള്ള വിപണിയിൽ അല്ലെങ്കിൽ അമേരിക്കയെ പോലുള്ള സമ്പദ് വ്യവസ്ഥയിൽ വളരെ എന്താണ് പറയുന്നത്, ഈ രൂക്ഷമായിട്ടുള്ള ബാങ്കിങ് ക്രൈസിസോ അല്ലെങ്കിൽ ബാങ്കിങ് ഫിനാൻഷ്യൽ ക്രൈസിസ് ഒക്കെ ഉണ്ടാകുമ്പോൾ അത് ആഗോള വിപണിയെ മൊത്തവും ബാധിക്കുന്നു. അതാണ് നമ്മൾ ഗ്ലോബൽ റിസഷൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അത് ഗ്രാജുവലി മറ്റുള്ള ഈ ഇൻഡസ്ട്രീസിനെ സെക്ടേഴ്സിനെ എല്ലാം വൺ ബൈ വൺ ആയിട്ട് ബാധിക്കും. കാരണം എല്ലാ ഇൻഡസ്ട്രിയൽ സെക്ടറും ബാങ്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ടാണല്ലോ. ലോൺ കിട്ടത്തില്ല, അല്ലെങ്കിൽ മണി സപ്ലൈ കുറവായിരിക്കും, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് തീർച്ചയായിട്ടും ബാങ്കിങ് ഫിനാൻഷ്യൽ സെക്ടറിലുള്ള ഇഷ്യൂസ് മറ്റ് ഇൻഡസ്ട്രിയൽ അല്ലെങ്കിൽ എക്കോണമിക് സെക്ടറിനെ ബാധിക്കുന്നതുകൊണ്ട് റിസഷൻ നമുക്ക് അങ്ങനെ ഉണ്ടാകുകയും അത് ഈ പവർഫുൾ ആയിട്ടുള്ള മാർക്കറ്റ് എന്ന് പറയുന്ന അമേരിക്ക പോലുള്ള രാജ്യത്താണത് അതിൻ്റെ ഈ ഒറിജിൻ എങ്കിൽ അത് മറ്റുള്ള രാജ്യങ്ങളെ ബാധിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. കാരണം നമുക്കറിയാം, ഇപ്പോൾ അമേരിക്കയുടെ കൺസ്യൂമർ മാർക്കറ്റ് ഒന്ന് ഡൗൺ ആയിക്കഴിഞ്ഞാൽ തന്നെ എക്സ്പോർട്ട് ചെയ്യുന്ന എല്ലാ രാജ്യങ്ങളും അത് ബാധിക്കും, ഇല്ലേ? കാരണം അമേരിക്ക എല്ലാ രാജ്യങ്ങളിൽ നിന്നും, ചൈന ഉൾപ്പെടെ, ചൈന തുടങ്ങി ഇന്ത്യ തുടങ്ങി ബാക്കിയുള്ള എല്ലാ രാജ്യങ്ങളിൽ നിന്നും മാസീവായിട്ട് അവർ ഇമ്പോർട്ട് ചെയ്യുകയും കൺസ്യൂം ചെയ്യുന്ന രാജ്യമാണ്. അപ്പോൾ അവിടെ കൺസ്യൂമർ മാർക്കറ്റിൽ ഏതെങ്കിലും തരത്തിലുള്ളൊരു പിന്നെ ഈ മാന്ദ്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് എക്സ്പോർട്ട് ചെയ്യുന്ന എല്ലാ രാജ്യങ്ങളെയും ബാധിക്കും. അപ്പോൾ എല്ലാ രാജ്യങ്ങളെയും ബാധിക്കുന്നുണ്ട്. ഈ പറഞ്ഞ ഇന്ത്യയുടെയും ചൈനയുടെയും എല്ലാം സമ്പദ് വ്യവസ്ഥയെ ബാധിക്കും. അപ്പം അങ്ങനെ കണക്റ്റഡാണ്. ഗ്ലോബലൈസ്ഡ് എക്കോണമി ആയതുകൊണ്ട്, പണ്ടും ഗ്ലോബലൈസ്ഡ് ആയിരുന്നു, പണ്ടും ഇമ്പോർട്ടും എക്സ്പോർട്ടും ഒക്കെ ഉണ്ടായിരുന്നു. ഇന്ന് അതിനേക്കാൾ കൂടുതൽ പിന്നെ വളരെ ഇൻറ്റൻസീവ് ആയിട്ടുള്ള ഗ്ലോബലൈസേഷൻ, ഫിനാൻഷ്യൽ ഗ്ലോബലൈസേഷൻ, ഫിനാൻഷ്യൽ മാർക്കറ്റെല്ലാം ഇന്റർ കണക്റ്റഡ് ആണ്. അപ്പോൾ അവിടെ തീർച്ചയായിട്ടും ലോകത്തിൻ്റെ പ്രധാനപ്പെട്ട ഏതെങ്കിലും ഒരു വിപണിയിൽ ഉണ്ടാകുന്ന മാറ്റം നമ്മളെപ്പോലുള്ള എല്ലാ രാജ്യങ്ങളുടെയും വിപണിയിലും സമ്പദ്ഘടനയിലും കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കും. അത് നമ്മുടെ ഇന്ത്യൻ രൂപയിൽ കടുത്ത സമ്മർദ്ദങ്ങൾ ഉണ്ടാക്കുകയും രൂപയുടെ മൂല്യം താഴോട്ട് പോവുകയൊക്കെ ചെയ്യും. ബാങ്കിങ് സെക്ടറിനെ ബാധിച്ചു കഴിഞ്ഞാൽ മറ്റുള്ള ഇൻഡസ്ട്രിയൽ സെക്ടറിനെ എല്ലാം അത് ബാധിക്കും. നമ്മുടെ രാജ്യത്ത് പണപ്പെരുപ്പം ഉണ്ടായിക്കഴിഞ്ഞാൽ ജനങ്ങളുടെ പർച്ചേസിങ് പവറിനകത്തിൽ ഇടിവുണ്ടാകും. അവർ സ്പെൻഡ് ചെയ്യുന്നത് കുറവാകും. സ്പെൻഡ് ചെയ്യുന്നത് കുറവാകുമ്പോൾ ഇതെല്ലാം സൈക്ലിക്കലാണല്ലോ, കണക്റ്റഡ് ആണ്, സൈക്ലിക്കലാണ്. അപ്പോൾ അവിടെ ഒരു സെക്ടറിൽ ഉണ്ടാകുന്ന, ഒരു ഭാഗത്തുണ്ടാകുന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ ക്രൈസിസ് മറ്റുള്ള എല്ലാ സെക്ടേഴ്സിനെയും ബാധിക്കും. അപ്പോൾ അങ്ങനെയുള്ളൊരു പിന്നെ കാഴ്ചയാണ് നമുക്ക് സമ്പദ് വ്യവസ്ഥയിൽ ഇപ്പോൾ കാണാൻ കഴിയുന്നത്. കാരണം രൂപയുടെ മൂല്യം ഇനിയും നമുക്കറിയാം, ക്രൈസിസ് മുന്നോട്ട് പോകുന്തോറും, ക്രൂഡ് ഓയിലിൻ്റെ വില മുകളിലോട്ട് പോകുന്തോറും അത് നമ്മളിൽ കൂടുതൽ സമ്മർദ്ദം ഉണ്ടാക്കുകയും രൂപയ്ക്ക് കൂടുതൽ മൂല്യശോഷണം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് ടോപ്പിക്കോട് അവസാനിപ്പിക്കുക. അടുത്ത ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ